കുക്കുംബർ സീഡ്. ഹലോ, നമ്മൾ ഓൺലൈനിൽ കുറച്ച് വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അതൊക്കെ നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കുമായിരുന്നു. ഇപ്പോൾ കാണുന്ന ചീരയാണ്. നമ്മൾ ഈ കാണുന്ന ട്രെയിലേക്കാണ് നമ്മൾ വിത്ത് പാകാൻ പോകുന്നത്. അപ്പോൾ പാകാനായിട്ട് നമ്മൾ എപ്പോഴും അരിച്ചെടുത്ത മണ്ണാണ് ഉപയോഗിക്കുക. അധികം കല്ലൊന്നും ഇല്ലാത്ത. നമ്മൾ അതിലേക്ക് ചകിരിച്ചോറൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചകിരിച്ചോറ്, നമ്മൾ കുറച്ച് എല്ലുപൊടി, ഇതെല്ലാം കൂടെ ചേർത്ത മണ്ണാണ് വേണ്ടിയിരുന്നത്. കമ്പോസ്റ്റ് നമ്മുടെ ട്രെയിലേക്ക് നിങ്ങൾ നോക്കി മനസ്സിലാവും. പകുതി ഭാഗം മാത്രമേ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അതിലേക്കാണ് വിത്ത് വെച്ച് കൊടുക്കുകയാണ്. ഈ വിത്ത് നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് ശേഷം നമ്മളൊരു തുണിയിൽ കുതിർത്ത് വെച്ച സീഡ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഈ ട്രെയിലേക്ക് ആക്കിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ക്യാരറ്റിൻ്റെ സീഡാണ്. വളരെ ചെറിയ സീഡാണ് ക്യാരറ്റ് മറ്റെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ സീഡ്സ് എല്ലാം മണ്ണിൽ വെച്ചു. നമ്മൾ ശേഷം ബാലൻസ് വരുന്ന പോർഷനും കൂടെ മണ്ണിട്ട് ഫില്ല് ചെയ്തു. നമ്മളധികം തിക്കായിട്ടല്ല മണ്ണിടുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ചെറുതായിട്ട് മുളച്ച വിത്താണ് പാകിയേക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം മണ്ണിട്ടിട്ടില്ല. നമ്മളതിൽ ട്രേയുടെ 1% മാത്രമേ നമ്മൾ വിത്തിട്ടിട്ടുള്ളൂ. ശേഷം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഷെയ്ഡുള്ള ഏരിയയിലാണ് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ കോവലിൻ്റെ ഷെയ്ഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. വെച്ച ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാം ചെറുതായിട്ട് മുള വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ പറമ്പിലേക്കോ നടണം. ഞാൻ പറമ്പ് വൃത്തിയാക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പറമ്പ് കുറച്ച് അലങ്കോലെ കിടന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് മാറ്റിവിടാൻ പാകമായിട്ടുണ്ട് നമ്മുടെ പയറൊക്കെ. അപ്പോൾ മാറ്റിവിടുന്നതൊക്കെ നമുക്കിനി വരുന്ന വീഡിയോയിൽ ചെയ്യാം.